ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള ഒരു സ്വിസ് റോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇതിനൊന്നും പ്രത്യേകിച്ച് ആവശ്യമില്ല. ഓറിയോ ബിസ്ക്കറ്റ്, കുറച്ച് പാൽ, ഇത്രയും മാത്രം മതി കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ എങ്ങനെ ഇത് ഉണ്ടാക്കുക നമുക്ക് നോക്കാം അല്ലേ. തീയൊന്നും ആവശ്യമില്ല കേട്ടോ അതിന്. ഞാൻ മക്കൾക്ക് വേണ്ടി ഓറിയോ ബിസ്ക്കറ്റ് മേടിച്ചുകൊണ്ട് വന്നാൽ കേട്ടോ. അപ്പോഴാണ് അവർ പറഞ്ഞത്, അമ്മ ഞങ്ങളിതുകൊണ്ട് സ്വിസ് റോൾ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ തന്നെയാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് കേട്ടോ. പാറു ഉണ്ണിയാണ് ചെയ്യുന്നത്, ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യുന്നതെന്നുള്ളൂ. അപ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത്, കവറൊക്കെ പൊട്ടിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യണം. ക്രീമും ബിസ്ക്കറ്റും കൂടി സെപ്പറേറ്റ് ചെയ്തു, രണ്ട് പാത്രങ്ങളിലാക്കി ഒന്ന് കട്ട് ചെയ്തിട്ടു. ഇനി അത് ഫൈനായി പൊടിച്ചെടുക്കുക കേട്ടോ. ഫൈനായി പൊടിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് പാൽ മാറ്റി വയ്ക്കുക കേട്ടോ. നിങ്ങൾ എത്രയാണോ ബിസ്ക്കറ്റ് എടുക്കുന്നത് അതനുസരിച്ചിട്ട് പാൽ ഓരോ സ്പൂണായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി, ഒന്നിച്ച് ഒഴിക്കരുത് കേട്ടോ. ഓവറായിട്ട് വെള്ളമാവാൻ പാടില്ല. അതൊരു നല്ല തിക്കായിട്ടുള്ള വരേണ്ടത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ഇതാ ഓരോ സ്പൂണായിട്ട് ഞങ്ങൾ ഒഴിക്കുന്നത് കേട്ടോ. എന്നിട്ട് അത് കുഴച്ചെടുക്കുക. നന്നായി കുഴയ്ക്കുമ്പോൾ അത് അങ്ങോട്ട് അതുപോലെ ബോളായി നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ വരും കേട്ടോ. ഇനി നമ്മൾ ക്രീമാണ് എടുക്കുന്നത്. അടുത്തത് നമ്മൾ മാറ്റി വെച്ച ക്രീം, ആ ക്രീമിലേക്കും ഇതുപോലെ കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക. അതും നന്നായിട്ട് മിക്സ് ചെയ്യാം. അതേപോലെ ആയി വരണം കേട്ടോ. അതായത് നമ്മളെ ബിസ്ക്കറ്റിലെ ക്രീം ഇത്തിരി കട്ടിയുള്ളതായിരിക്കും, അപ്പോൾ അതൊന്ന് ലൂസാക്കുക. ഒന്ന് നല്ല ലൂസാവാനും പാടില്ല. അങ്ങനെ എടുക്കുക. എന്നിട്ട് നമ്മളെന്താ ബോള് പരത്തിയെടുത്തു. ഒരു ബട്ടർ പേപ്പറിൽ വെച്ചിട്ടാണ് പരത്തിയിരിക്കുന്നത്. ഇതിലൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് 4 സൈഡൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുകയാണ് കേട്ടോ. ഒന്ന് വൃത്തിയിലായിക്കോട്ടെ എന്ന് കരുതിയിട്ട്. അത് നമുക്ക് കട്ട് ചെയ്തത് നമുക്കെടുത്ത് കഴിക്കുകയോ അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ വീണ്ടും ഒന്നുകൂടി പരത്തിയിട്ട് ഷേപ്പാക്കി എടുക്കുകയോ ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ അവിടെ മാറ്റി വെച്ച ക്രീം, പാൽ മിക്സ് ചെയ്ത് ക്രീം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്രീം അതിലേക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അത് ലൂസാവാൻ പാടില്ല. ഓവറായി ലൂസായാലും ഇങ്ങനെ റോൾ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതിന് ശേഷം 10-15 മിനിറ്റ് ഞങ്ങളൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ആവാൻ. അതിന് ശേഷമാണ് കേട്ടോ കട്ട് ചെയ്യണത്. ഇത്രയേ ഉള്ളൂ നമ്മളെ സ്വിസ് റോള്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ കുട്ടികൾക്കൊക്കെ വീട്ടിൽ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സംഭവമാണിത്. ഇതിനായിട്ട് നമ്മൾ തീ കത്തിക്കുകയോ അടുപ്പ് കത്തിക്കുകയോ ഒന്നും വേണ്ട. വളരെ എളുപ്പത്തിൽ ചെയ്യാം. അത് മോളനെയാണ് ചെയ്തെടുത്തത്. അപ്പോൾ ആർക്കും ചെയ്യാവുന്ന സിമ്പിളായിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലത്തെ ചെറിയ വീഡിയോകൾ കാണാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായി. അപ്പോൾ മോളാണിത് പറഞ്ഞത് കേട്ടോ, ഇങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത്. സംഭവം പൊളിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കിയിട്ട് കമൻറ്റിലൂടെ അറിയിക്കണം. ഓക്കെ, ബായ്.